ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്പെഷ്യലായിട്ടൊരു വീഡിയോ ആണ്. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒത്തുചേർന്ന ഒരു ദിവസമായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ ക്ഷേത്രത്തിൽ, ഇളമ്പൽ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ നമ്മൾ കുടുംബാംഗങ്ങൾ, അമ്പലംപുറത്ത് കുടുംബാംഗങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു ജീവിത ഭഗവാന് സമർപ്പിക്കുകയുണ്ടായി. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മൾ ഒത്തുകൂടി നമ്മുടെ വീട്ടിൽ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇട്ട പന്തലാണ്. അപ്പോൾ നമ്മൾ ജീവിത തലേ ദിവസം തന്നെ നമ്മൾ വീട്ടിൽ ഒരു ദിവസം നമ്മുടെ കുടുംബ വീട്ടിൽ കൊണ്ടുവയ്ക്കണം. അപ്പം അതിനായിട്ടുള്ള ചടങ്ങുകളാണ് വലിച്ചന്മാരും അച്ഛനും എല്ലാവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിസംബർ 27-ാം തീയതി ആയിരുന്നു നമ്മുടെ ചടങ്ങ് നടന്നത്. തിരുവാതിരയുടെ അന്നായിരുന്നു, 41 തിരുവാതിരയും കൂടി ചേർന്ന് വരുന്ന ദിവസമായിരുന്നു നമ്മൾ ഈ ചടങ്ങ് നടത്തിയിരുന്നത്. കുടുംബ വീടിൻ്റെ മുറ്റത്ത് നമ്മളൊരു ചെറിയ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ജീവിത കൊണ്ടുവരുമ്പോൾ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജീവിത കൊണ്ടുവന്നു. ഇപ്പം തിരുമേനിമാരുടെ ഒന്നും ആവശ്യമില്ല, ഇപ്പം നമ്മൾ തന്നെയാണ് എടുത്ത് വെക്കുക. ഇത് കഴിഞ്ഞ് പൂജിച്ചതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഒരു ദിവസം നമ്മുടെ വീട്ടിലിരിക്കും. ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കുരുത്തോല വെച്ച് നമ്മുടെ ഈ പന്തലൊക്കെ നന്നായിട്ട് അലങ്കരിക്കണം. പിന്നെ നമ്മൾ റോഡ് വഴി അമ്പലത്തിൻ്റെ അവിടെ വരെ നമ്മൾ കുരുത്തോല കെട്ടി ഇടുന്നുണ്ട്. അപ്പം നമുക്ക് കുരുത്തോല കെട്ടിയാലോ? കുരുത്തോലയൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ ഉണ്ടായിരുന്നപ്പോൾ നല്ല രസമായിരുന്നു. കുരുത്തോലയൊക്കെ കെട്ടി നല്ല സ്പീഡിൽ തന്നെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും കെട്ടി, ഒരു സൈഡ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റോഡ് വഴി നമുക്ക് കെട്ടണം. അപ്പോൾ എല്ലാവരും കൂടെ നമുക്കിനി ഇത് കെട്ടാൻ പോവാണ്. അതാണ്ട് കുരുത്തോലയൊക്കെ കെട്ടുന്നത് നമുക്കിതിൽ കാണാം. നമുക്കിത് ബാക്കിയെല്ലാം കൂടെ ഒന്ന് കെട്ടിയിട്ട് കാണാവേ. അപ്പോൾ നമ്മൾ വഴിയിലെല്ലാം കുരുത്തോല കെട്ടി നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ്ട് വഴി ഫുള്ള് കുരുത്തോലയാണ്. ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് നമ്മളിത് ഭഗവാനെ സമർപ്പിച്ചത്. അപ്പോൾ അന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് നമ്മൾ ഇത് കൊടുത്തിട്ടാണ് ദീപാരാധന നടത്തുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും സെറ്റായി റെഡിയായി നിൽപ്പുണ്ട്. ഇനി നമുക്ക് അമ്പലത്തിൽ നിന്ന് ആളുകൾ വന്ന ഉടനെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പോൾ അമ്മമാരും കുട്ടികളും എല്ലാവരും താലം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് എല്ലാവരും വരേണ്ട താമസമേ ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ വീട്ടിൽ നിന്ന് പൂജകളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി ഭൂതത്താൻ നടയിൽ വലം വെച്ച് നേരെ ക്ഷേത്രത്തിലെത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ദീപാരാധന നടക്കുക. ചേച്ചി